നിങ്ങൾക്കറിയുന്നപോലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ വന്നിരിക്കുന്നു. കോട്ടക്കൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. കോട്ടക്കൽ നഗരസഭയിലെ പരിശോധനയിൽ BMW കാർ ഉള്ളവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതായി കണ്ടെത്തി. ഷെബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷെബീദ്, വലിയ വലിയ കക്ഷികളാണല്ലോ ഈ അടിച്ചു മാറ്റിയിരിക്കുന്നത്, പറയൂ. വിചിത്രമായ കണ്ടെത്തലുകൾ, അതിന്റെ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി, അതിൽ കൈയിട്ടുവാരൽ നടത്തിയ ആളുകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് സർക്കാരിന് ഇപ്പോൾ തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ധനകാര്യ വിഭാഗം കോട്ടക്കൽ നഗരസഭയിൽ ചില പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ക്രമക്കേടുകൾക്ക് പിന്നാലെ ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ഇക്കാര്യത്തിൽ ഉറപ്പിക്കാം, അതായത് കർശന നടപടി ഉണ്ടാകും. മാത്രവുമല്ല, ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം എന്നുള്ളതാണ്, അതായത് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആകെമൊത്തം കണക്കിൽ ഒരുപക്ഷെ വിജിലൻസ് അന്വേഷണത്തിന് സാധ്യതയുണ്ട്. ഇനി ഈ കോട്ടക്കൽ നഗരസഭയിലെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 7-ാം വാർഡിലെ 42 ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തി. മലപ്പുറം ധനകാര്യ പരിശോധന വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. അതിൽ BMW കാർ ഉള്ളവർക്കും പെൻഷൻ, ആഡംബര കാർ ഉള്ളവർക്കും പെൻഷൻ നൽകുന്നതായി കണ്ടെത്തി. മറ്റൊന്ന്, ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെ സുഖ സൗകര്യങ്ങളുണ്ട്. ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരുടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. മിക്കവരുടെയും വീട് 2000 ചതുരശ്ര അടിത്തറ വിസ്തൃതിയിലും കൂടുതൽ വലുപ്പമുള്ളതാണെന്നും കണ്ടെത്തി. അങ്ങനെ മസ്റ്ററിങ്ങിൽ ഉണ്ടായ നോട്ടക്കുറവുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു തരത്തിലും അർഹതയല്ലാത്ത ആളുകൾക്കും പെൻഷൻ വാങ്ങുന്നതായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോട്ടക്കൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിന് ഇപ്പോൾ ധനകാര്യ വിഭാഗം ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിൽ സംസ്ഥാന വ്യാപകമായ എത്തരത്തിലുള്ള അന്വേഷണത്തിന് വകുപ്പുകൾ ശുപാർശ ചെയ്യും എന്നുള്ളതും നമുക്കൊരു വിവരമായി ലഭിക്കുന്നുണ്ട്. സ്കേൻ. താങ്ക് യു ഷെബീദ് റാവുത്തർ. ഗോപികൃഷ്ണൻ, ശരിക്കും ഇതൊരു വേലി വിളവും തിന്ന് അല്ലേ അയലത്ത് തന്നെ വിളവെടുത്തുന്ന കേസാണ്. അതായത് ഇതിനകത്ത് 1458 ഉദ്യോഗസ്ഥരാണ് ഈ മാസം 1600 രൂപയുടെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിയത്. സംസ്ഥാനത്ത് ഏതാണ്ട് 62 ലക്ഷം ആളുകളാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. 5 ക്ഷേമ പെൻഷനാണ്. ഇതിന് അടിസ്ഥാനപരമായി ഇതിലെ കുഴപ്പങ്ങൾ സംഭവിച്ചിരിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ഇതിൽ അർഹരായ ആളുകളെ പരിഗണിക്കുന്നത്. അതിന് വെരിഫയിങ് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരു അപേക്ഷ നൽകണം. ആ അപേക്ഷയ്ക്കൊപ്പം തന്നെ മതിയായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകണം. എന്നിട്ട് ഇതൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുന്നിലെത്തുന്നു. അതിനുശേഷമാണ് അവർ പെൻഷൻ അർഹരാകുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിക്കാതെ ഒരു പഞ്ചായത്തിൽ ആൾ ഒരു അപേക്ഷ നൽകുന്നു, അയാൾക്ക് വേറൊരു പഞ്ചായത്തിൽ പെൻഷൻ അനുവദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ 1458 ഉദ്യോഗസ്ഥർ വാങ്ങുന്നുണ്ടെന്നുള്ളതാണ്. അതായത് സർവീസ് പെൻഷൻ വേറെ കണക്കൊന്നുമില്ല വിജയ, 9000 കണക്ക് വന്നു. അല്ല സ്കൻ, ഇതിൽ കൂടുതൽ ആളുകളുണ്ട്, കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ പുറത്തു വരാനുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയല്ല, മറ്റ് ആനുകൂല്യങ്ങളും, സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങളും ഈ അർഹതയില്ലാത്തവർ കൈപ്പറ്റുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തുകൊണ്ട് ഇവിടെ പേര് വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുന്നില്ല എന്ന ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കട്ടെ. ഇപ്പോൾ BMW കാറുള്ള ഒരാൾ, ബംഗ്ലാവിന് സമാനമായ വീട്ടിൽ താമസിക്കുന്നയാൾ, അവരൊക്കെ ഈ ക്ഷേമ പെൻഷൻ എന്തിനു വാങ്ങുന്നു? അങ്ങനെയാണെങ്കിൽ ആ അനധികൃതമായി വാങ്ങുന്നവരുടെ പേര് കൂടി സർക്കാർ പരസ്യപ്പെടുത്തേണ്ടെന്ന് ചോദ്യം എന്താണ് സർക്കാർ അവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നത് നമുക്കറിയില്ല. അതൊരു വലിയ സ്വകാര്യത സംരക്ഷിക്കേണ്ട കാര്യമില്ല, സത്യത്തിലില്ല.